ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. റിസർവേഷൻ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണ് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ചെയ്താൽ റിസർവേഷനില്ല, ഒരു പ്രശ്നമില്ല. കഴിവുണ്ടോ അവന് ജോലിയുണ്ട്, കഴിവില്ല ജോലിയില്ല. ആ കഴിവല്ലേ പരിഗണിക്കേണ്ടത്, വേറെ ആരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. സത്യമാണ്, അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇയാൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം ഇതാരെന്ന് മനസ്സിലായോ? പഴയിടം നമ്പൂതിരി. ST നമ്പൂതിരി സംതിങ് എന്ന ഇദ്ദേഹത്തിന്റെ പേര്. പക്ഷേ ഈ സമൂഹത്തിലൊരു വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്പൂതിരി എന്ന് പറയുന്ന പേര് ഒപ്പം ചേർത്ത ഒരാളാണ് ST നമ്പൂതിരി, പഴയിടം നമ്പൂതിരി. എന്തായാലും ആ പഴയിടം നമ്പൂതിരിയുടെ ചങ്ങനംകുളത്തെ ഹോട്ടലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരാളാണ് ഞാൻ. ഇയാൾ എത്രത്തോളം ജാതിവാദിയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. വളരെ മോശമായിപ്പോയി ഞാൻ ചെയ്ത പ്രവൃത്തി. എന്തൊക്കെയായാലും ഈ ഞാനടക്കമുള്ള ഈ ഒരു ജാതിയിൽപ്പെടാത്ത ആളുകളുടെയൊക്കെ പൈസ കൊണ്ടൊക്കെയാണല്ലോ ഇയാൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇദ്ദേഹം പറയുന്നത് റിസർവേഷനാണ് ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇങ്ങനെ റിസർവേഷൻ ഇല്ല എൻ്റെ സുഹൃത്തുക്കളെ. മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇത്തരത്തിൽ അതിഭീകരമായ രീതിയിൽ ജാതീയതയില്ല. പിന്നെ ഇയാൾ പറയുന്നത് പഴയ കാലത്ത് ജാതീയത ഉണ്ടായിരുന്നു, ഇപ്പൊ ജാതീയതയില്ല. ഏത് ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട പഴയിടം നമ്പൂതിരി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ജാതി പരസ്യമായിട്ട് പറയുന്നില്ല എന്നുള്ളൂ, പക്ഷേ കൃത്യമായിട്ടും ജാതിയുടെ എല്ലാത്തര ആനുകൂല്യങ്ങളും പേറിക്കൊണ്ട് പലരും ജീവിക്കുന്നുണ്ട്. താങ്കളും അതിനൊരു ഉദാഹരണമാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇന്ത്യവരയിൽ ഒരു കാലഘട്ടത്തിൽ തൻ്റെ പേരിൻ്റെ ഒപ്പം ഈ പഴയിടം എന്നുള്ള നമ്പൂതിരി എന്നുള്ള പേരുകളൊക്കെ ചേർക്കേണ്ടി വന്നതിനെ കുറിച്ച്. അതൊരു ബ്രാൻഡാണ്. നമ്പൂതിരി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തോ നല്ലതാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്പൂതിരിയുടെ പേരിലെല്ലാം പല നമ്പൂതിരി ബ്രാഹ്മിൻസ് അരിപ്പൊടികളും, ബ്രാഹ്മിൻസ് ചായപ്പൊടികളും, ബ്രാഹ്മിൻസ് സാമ്പാർ പൊടികളും, ബ്രാഹ്മിൻസ് ചിക്കൻ പൗഡർ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല, ശുദ്ധമായ സംഭവമാണ് ചിക്കൻ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പലത് ഇറങ്ങുന്നത്. ഈ ഒരു പേരിന് ഈ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു പ്രിവിലേജ് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. താങ്കളടക്കം അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പറയുന്നത് ഇവിടുത്തെ നമ്മുടെ റിസർവേഷൻ ഒരു വലിയ പ്രോബ്ലമാണ്. എന്നാൽ കേട്ടോക്കാം ഇയാൾ പറയുന്നത് നമുക്ക് കൃത്യമായിട്ടൊന്ന് കേൾക്കണം എന്നുള്ളതുകൊണ്ട്. നമ്മുടെ റിസർവേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും സമൂഹത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തി നിൽക്കും പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഇതിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം. എനിക്കിപ്പോഴും വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് അവര് പിന്നെ ഈ എന്താണ് പറയാ, ഈ അഭിമാനം ഭയങ്കര പ്രശ്നമാണ്. അഭിമാനമല്ല, ദുരഭിമാനം തന്നെ പറയാം. അത് കാരണം ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പൊ കുറെ ആൾക്കാരെ വെയിലത്ത് പിടിച്ചു. എങ്ങനെയുണ്ട്? ഇതാണ് പ്രശ്നം. ഇപ്പോഴും നമ്പൂതിരി സമുദായത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആളുകളുണ്ടെന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ഏതൊക്കെയാണ് അവരെന്നൊക്കെ ഒന്ന് തെരഞ്ഞെടുപ്പിക്കണം. കാരണം ഇവന്മാർ എണ്ണത്തിൽ കുറവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും. നമ്മുടെ നാട്യത്തിൽ എണ്ണത്തിൽ കൂടുതലുള്ളത് ആരാണ്? ഒരു പക്ഷേ ദളിതരും അതിൽ കുറച്ച് മേലെയുള്ള എന്നൊക്കെ പറയപ്പെടുന്ന ജാതികളാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്തായാലും പഴയിടം നമ്പൂതിരി പറയുന്ന ഈ ഒരു കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കണം. ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ ഈ പലപ്പോഴും ഈ സദ്യ ഉണ്ടാക്കാനും മറ്റും വിളിക്കുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്തായാലും എന്താണ് ഈ ഒരു റിസർവേഷൻ എന്നതിനെ കുറിച്ചിട്ട് സണ്ണി എം കപ്പിക്കാട് പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട്. അത് നിങ്ങൾ തന്നെ കൃത്യമായിട്ടൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ 100 പേരെ അധ്യാപകരായി തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരാൾ പോലും പട്ടികജാതിക്കാരനാകാതിരിക്കുകയും തൂപ്പുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ 95 പേരും പട്ടികജാതിക്കാരനാകുന്നതും കാണിക്കുന്നത് സമൂഹത്തിൽ നീതി നടപ്പാക്കിയിട്ടില്ല എന്നാണ്. ഈ നീതി നടപ്പാക്കുക എന്നാണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സംവരണം എന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് സണ്ണി എം കപ്പിക്കാടാണ്. കൃത്യമായിട്ടും എന്താണ് ഇവിടെയുള്ള ഈ ഒരു റിസർവേഷൻ എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടും അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ സംസാരിക്കുന്നു കൂടി കേൾക്കാം. ജാതി, പൂക്കൾ, സംവരണ സമവാക്യങ്ങൾ എന്നീ പ്രഭാഷണങ്ങളിൽ താങ്കൾ സംവരണത്തെ തള്ളിപ്പറയുന്നുണ്ട്. ബുറാഖ് മീൻ, ജൂതർ തുടങ്ങിയ വംശങ്ങളെ എടുത്ത് കാണിച്ച് സംവരണം ആധുനിക മാനവിക ബോധത്തിന് എതിരാണെന്ന് താങ്കൾ പറയുന്നു. എന്നിട്ട് അതിനു വിരുദ്ധമായി SC/ST സംവരണത്തെ അനുകൂലിച്ചും സാർ സംസാരിക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇപ്പൊ സംവരണം ഇനി ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ജാതിക്കാർക്കും സംവരണമായി, എല്ലാവരും പൊതു ഉത്സവമായി സംവരണം മാറിയിട്ടുണ്ട്. ഇന്ന് സംവരണം ഇല്ലാത്ത ജാതികൾ ഇല്ലല്ലോ കേരളത്തിൽ. എല്ലാ ജാതികൾക്കും സംവരണം. ഏത് ജാതിക്കാണ് സംവരണം ഇല്ലാത്തത്? അപ്പൊ പിന്നെ ഈ സംവരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കും.
ആളുകൾ വിചാരിക്കും സംവരണം എന്നൊക്കെ പറയുമ്പോൾ എന്തോ SC ST ദളിതർക്കിടെ എന്തോ പ്രശ്നം. ദളിതരുടെ പ്രശ്നമൊന്നും അല്ല സംവരണം. നിലവിൽ ഏതാണ്ട് 85% സംവരണം, ഞാൻ മുന്നോക്കക്കാരുടെ സാമ്പത്തിക സംവരണം ഉൾപ്പെടെയാണ് പറയുന്നത്. സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ സംവരണേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ജാതി സംവരണം എന്ന് പറയുന്നെങ്കിലും സംവരണം അടിസ്ഥാനപരമായി കേരളത്തിലും ഇന്ത്യയിലും സാമ്പത്തിക സംവരണമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സാമ്പത്തിക സംവരണം, ക്രിമി ലെയർ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായി കഴിയും. അപ്പോ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 84% സംവരണം SC STക്ക് പുറത്താ. SC STക്ക് പുറത്താണ് 84% ജാതിപരമായ സംവരണം കേരളത്തിൽ നിലവിൽ കണക്കനുസരിച്ച്. ബാക്കി ഈ വരുന്ന 16% SC ST കിട്ടുന്ന സംവരണത്തെ കുറിച്ചാണോ ഈ സംവരണത്തിന്റെ മുഴുവൻ ചർച്ചയും കേന്ദ്രീകരിക്കേണ്ടത്? അവരെ മുന്നിൽ നിർത്തിയാണോ എല്ലാ ചർച്ചകളും നടത്തേണ്ടത്? അങ്ങനെയാണ് ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്, ഒരു മറ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഈ ആ കോറിലേഷൻ കൊസേഷൻ, ഞാൻ ആ ചിന്താപരമായ ഒരു ഇത് പറഞ്ഞു. SC ST യുള്ള പ്രശ്നമാണ് സംവരണം അല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ കേരളത്തിലടക്കം ഈ സംവരണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 85% കിട്ടുന്നത് ഉയർന്ന ജാതിക്കാർക്കാണ്. അതിൽ ബാക്കി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കും SCക്കും വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലായ്പ്പോഴും SCക്കാരുടെ നെഞ്ചത്തേക്കാണ് ഇവന്മാരൊക്കെ വെപ്പ്. ഈ നമ്പൂതിരിമാരുടെയൊക്കെ വെപ്പ് ഈ SCക്കാരുടെ നെഞ്ചത്തേക്കാണെന്നുള്ളതാണ്. അതൊരു മാറ്റവും സംഭവിക്കാതെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ചിട്ട് ഒരാൾ കൂടി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കണം. ആരോടെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം മാറ്റാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഒരിക്കൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല. മറിച്ച് ഇന്ത്യയിൽ സ്വാഭാവിക നീതി ലഭിക്കാത്ത മനുഷ്യർക്ക് നീതി ഉറപ്പ് ചെയ്യുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ 100 പേരെ ഒരു പ്രത്യേക കാര്യത്തിനായി എടുക്കുമ്പോൾ ചില വിഭാഗങ്ങൾ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന വിഭാഗങ്ങളെ കൂടി ആ 100 പേരിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന പുതിയ ഒരു മെക്കാനിസമാണ് സംവരണം എന്ന് പറയുന്ന കാര്യം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക സ്റ്റേറ്റിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം. അത് നിയമപരമായി ഉറപ്പുവരുത്തേണ്ടി വരുന്നത് അത്തരമൊരു നിയമമില്ലെങ്കിൽ അവരെ അതിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്നതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സംവരണം ഇല്ലാത്ത സ്ഥലത്ത് എത്ര ദളിതരുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് സംവരണം എന്നില്ലാതാകും എന്ന് ചോദിച്ചാൽ സംവരണം ഇപ്പോൾ തന്നെ ഇല്ലാതായി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ എന്നില്ലാതാകേണ്ടതാണെന്ന് ചോദിച്ചാൽ ഈ മാറ്റി നിർത്തൽ ഒഴിവാകുന്നത് വരെ സംവരണം ഒരു മെക്കാനിസം ഇല്ലെങ്കിൽ. മനസ്സിലായല്ലോ? ഇപ്പോഴെങ്കിലും ഒരല്പമെങ്കിലും ഈ പഴയ നമ്പൂതിരിക്ക് എന്താണ് സംവരണം എന്നൊരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അതിൽ 10 പേരുണ്ട്. 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും ഉയർന്ന ജാതിക്കാർ മാത്രമാകരുത് എന്നുള്ളതാണ്. 2 പേരെങ്കിലും താഴ്ന്ന ജാതിക്കാരെന്ന് നിർബന്ധമായിട്ടും ഏറ്റെടുത്തിരിക്കണം. അതല്ലെങ്കിൽ അവർ അവഗണിക്കപ്പെടുകയും അവരുടെ പട്ടിണിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തിന്നാൻ കിട്ടുന്ന ആള് ഒരിക്കലും തിന്നാൻ കിട്ടാതെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ആളുടെ വിശപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. മനസ്സിലായോ? 3 നേരവും ബിരിയാണി അടക്കമുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരുവൻ ഇതൊന്നും കഴിക്കാൻ കഴിയാത്ത ഒരാളുടെ വിശപ്പിൻ്റെ ആധിക്യം എത്രത്തോളം ഉണ്ടെന്ന് കവിത എഴുതുന്നത് പോലെ ഉണ്ടായിരിക്കും. എനിക്കതാ തോന്നിയത് പഴയ നമ്പൂതിരിയുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ. ബൈ.